വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ജീവിതകഥ വേദിയിലെത്തിക്കാൻ ഒരു ഇടവക. തൃശൂർ അതിരൂപതയിലെ കല്ലൂർ സെന്റ് റാഫേൽ പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പുപെരുന്നാളിനോടനുബന്ധിച്ചാണ് ഇടവക ജനങ്ങൾ ഒരുക്കുന്ന ബൈബിൾ നാടകം സൈന്യാധിപൻ അരങ്ങേറുക. ഒരു മാസമായി നടക്കുന്ന നാടകക്കളരിയിൽ ഇടവകയിലെ 70ഓളം കലാകാരന്മാരാണ് അണിനിരക്കുന്നത്. ഇവരത് തടയാൻ വന്ന പോലെ തോന്നി. അതാ ഞങ്ങൾ ബഹളം വെച്ചോ. ഈ പുണ്യാളിനും ഡാൻസും തമ്മിൽ വല്ല ബന്ധമുണ്ടോടാ? ഞാൻ ഡാൻസ് കളിച്ചിട്ടല്ല നിക്കണേ. എന്താണ്? ബാക്കി എല്ലാ പുണ്യാളന്മാരും കൈക്കുപ്പില്ലച്ച് നിൽക്കണേ. സെബാൻ മാത്രമേ ഡാൻസിന്റെ സ്റ്റെപ്പ് ഒക്കെ ഇട്ട് നിൽക്കണേ. അതെന്തായാലും നന്നായി. അത് അമ്പയ്യാൻ വേണ്ടിട്ട് പുണ്യാളിനെ കെട്ടി നിർത്തിയിട്ടുള്ളതാ. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഏട്ടായി. കേരളത്തിലെ ചില പള്ളിപ്പെരുന്നാളുകൾ സിനിമാറ്റിക് പരിപാടികളുടെ വേദികളായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ബൈബിൾ ആശയങ്ങളും ദൈവിക മൂല്യങ്ങളും വിശ്വാസികളിൽ എത്തിക്കാൻ നാടകം എന്ന കലാരൂപം വഴി ഇവർ ഒരുങ്ങുകയാണ്. കല്ലൂർ സെന്റ് റാഫേൽ ചർച്ചിലെ തിരുനാളിനുള്ള സൈന്യാധിപൻ നാടകത്തിൻ്റെ റിഹേഴ്സല് നമുക്ക് പിന്നിൽ നടക്കുകയാണ്. നാടകത്തിൻ്റെ അമരക്കാരൻ എല്ലാമായ നാടകരചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്ന ഫാദർ ഫിജോ ജോസഫ് ആലപ്പാടൻ ഷെക്കന ന്യൂസിനൊപ്പം ചേരുകയാണ്. ഞാൻ സാധാരണ ഇടവകക്കാരെ കൊണ്ട് നാടകം ചെയ്യിപ്പിക്കുന്ന ഒരു കൾച്ചർ തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഒരെണ്ണം എൻ്റെ ഇനീഷ്യേറ്റീവിൽ ഞാൻ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ളത് 2014 പുതുക്കാട് പള്ളിയിൽ ഞാൻ കൊച്ചച്ഛനായിരിക്കുമ്പോഴാണ്. ദിദിമോസ് എന്നുള്ളൊരു നാടകമായിരുന്നു. തോമസ് ലീഹയുടെ ഒരു 150ഓളം കലാകാരന്മാരാണ് അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഞാനിരുന്ന പള്ളികളിലാണെങ്കിലും പിന്നെ മറ്റു പള്ളികളിൽ നിന്നും എനിക്കിങ്ങനെ ഒരുമിച്ച് 100 പേര് 150 പേര് കലാകാരന്മാർ ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള നാടകം ചെയ്യാനായിട്ട് വിളികൾ വരാറുണ്ട്. സൈന്യാധിപൻ എന്നുള്ള നാടകം 2016 അരണാട്ടുകര പള്ളിയിൽ ഞാൻ കൊച്ചച്ഛനായിരിക്കുമ്പോൾ എഴുതിയിട്ടുള്ള നാടകമാണ്. അതിപ്പോൾ എനിക്ക് തോന്നുന്നൊരു 10-12 പള്ളികളിലെങ്കിലും ആയിട്ടുണ്ട് ഇങ്ങനെ ഒരു 100 പേരുടെ 150 പേരുടെ വേർഷനായിട്ട് ഇങ്ങനെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതൊരു മിഷൻ പോലെ അങ്ങനെ പോവുകയാണ്. കാരണം ഇടവകയിൽ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കാൻ അത് സഹായിക്കുന്നുണ്ട്. പിന്നെ ഒരു കാലഘട്ടത്തിൽ പള്ളിമുറ്റങ്ങളിൽ നാടകങ്ങളൊക്കെ അരങ്ങേറിയിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. ആ ഇടവകയിലുള്ളവർ തന്നെ അഭിനയിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അതെങ്ങനെയൊക്കെയോ അത് ഇല്ലാതായി പോയി. അപ്പോൾ അതൊന്ന് റിവൈവ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നൊരു പ്രോസസ്സും ഇതിൻ്റെ പുറകിൽ ഉണ്ട്. പല മേഖലയിൽ ജോലി ചെയ്യുന്നവർ ജീവിക്കുന്നവരാണ്. ഒരു ആർട്ടിസ്റ്റൊന്നുമല്ല പ്രൊഫഷണലായിട്ട്. അപ്പോൾ അങ്ങനെ അവരോട്ടുള്ള ആ ഒരു ഇടപെടലും അല്ലെങ്കിൽ അവരെ ഇങ്ങനെ ഒരുക്കുന്നതിലുള്ള വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? അതൊരു ഹെവി ടാസ്ക് തന്നെയാണ്. ഇതുവരെ കുറേ ഇടവുകൾ എനിക്ക് തോന്നുന്നു ഒരു 10-45 ഇടവുകളിൽ ഞാൻ ഇതിന് മുമ്പാണെങ്കിലും ഇങ്ങനെ പഠിപ്പിച്ചിട്ട് പോയിട്ടുണ്ട്. ഓരോ ഇടവകയിൽ ചെല്ലുമ്പോഴും മാക്സിമം ഒരു 5 പേര് 6 പേര് അല്ലെങ്കിൽ ഒരു 10 പേരൊക്കെയാണ് അത്യാവശ്യം അഭിനയിക്കാനായിട്ട് കഴിവുള്ളവരായിട്ട് ഉണ്ടാവുക. ബാക്കിയുള്ളവരെയൊക്കെ നമ്മൾ അങ്ങനെ അഭിനയിപ്പിക്കുകയാണ്. ഇപ്പം ഞാൻ സാധാരണ പറയാറുണ്ട്, ബേസിക്കലി എല്ലാവർക്കും തന്നെ അഭിനയിക്കാനുള്ള കഴിവുണ്ട്. ഓരോ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ബിഹേവ് ചെയ്യുന്നത് പോലും പോസിറ്റീവ് അർത്ഥത്തിൽ അതൊരു അഭിനയമാണ് ശരിക്കും. അപ്പോൾ എല്ലാവരുടെ ഉള്ളിലും ഇങ്ങനൊരു കഴിവുണ്ട്. പക്ഷെ അങ്ങനെ വേദികളില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ അതൊന്ന് പൊടിതട്ടിയെടുക്കാൻ ചില അവസരങ്ങളില്ലാത്തത് കൊണ്ട് ഒരു പക്ഷെ മൂടിക്കെടുക്കുന്നതായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്നവരെല്ലാം ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ പിന്നെ അവർക്ക് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് ചില കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഇംപ്രവൈസ് ചെയ്യാനായിട്ടൊന്ന് അവരൊന്ന് പ്രോത്സാഹിപ്പിച്ച് കഴിയുമ്പോൾ ഈ പറയുന്ന നമ്മൾ ഉദ്ദേശിക്കുന്ന കഥാപാത്രങ്ങളിലേക്ക് അവരെത്തിച്ചേരാറുണ്ട്. അതിൻ്റെ ഒരു 75% എങ്കിലും അവരതിലേക്ക് എത്തുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതൊരു ഹെവി ടാസ്ക് തന്നെയാണ്. മുൻ പരിചയങ്ങളില്ലാത്തതാണ് എന്നെ സംബന്ധിച്ച് ഹെവി ടാസ്ക് എന്ന് ഉദ്ദേശിച്ചത്. പക്ഷെ നമ്മൾ ഇതിലൂടെ ഇങ്ങനെ ഒരു ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഏതാണ്ട് 1 മാസത്തെ ഒരു പരിശീലനമാണ് ഒരു ഇടവകയിൽ കൊടുക്കാറ്. അപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹോംവർക്കുകൾ റിഹേഴ്സലുകളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ക്യാരക്ടറിലേക്ക് ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും എത്തിച്ചേരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കലാനികേതൻ്റെ പ്രസിഡന്റ് ചെറിയാൻ ചീനപ്പള്ളിയാണ് ഷെക്കന ന്യൂസൊപ്പം ചേരുന്നത്. ചേട്ടാ സ്വാഗതം. ഈ നാടകത്തിൻ്റെ ഒരുക്കങ്ങൾ എത്രത്തോളം എത്തി? ഏകദേശം എല്ലാം ഫൈനലിൽ കഴിഞ്ഞു. ഇനി നാളത്തോടും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ സ്റ്റേജിലേക്കാണ്. ഇത് ഞങ്ങൾ തുടങ്ങിയിട്ട് 1.5 മാസം ആയി. 1.5 മാസത്തിനുള്ളിൽ ഞങ്ങൾ ഇത്രയും
75 പേര് ഈ നാടകത്തിലുണ്ട്. ഞങ്ങൾ എല്ലാ ഒന്നര വർഷം കൂടുമ്പോൾ ഓരോ നാടകമാണ്. ഫസ്റ്റ് കളിച്ച നാടകമാണ് വിശുദ്ധ കോൾബെ. ആ വിശുദ്ധ കോൾബയിൽ ഏകദേശം 225 പേരുണ്ടായിരുന്നു. അതും 3 സ്റ്റേജുകൾ ആയിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ തച്ചിൽ മാത്യു പ്രഭു, അതിൽ ഒരു 10-50 പേരുള്ളൂ. അത് കഴിഞ്ഞിട്ട് കർമ്മയോഗി. ഈ കർമ്മയോഗി കളിക്കാൻ കാരണം നമ്മുടെ ഈ പള്ളിയിൽ ആദ്യം ഇരുന്നൊരു അച്ഛൻ 17 വർഷം കാലം ഈ പള്ളിയിലിരുന്നു, ഫസ്റ്റ് ഇരുന്നത്. ആ അച്ഛനാണ് ഇവിടെ അന്ന് ബസ് റൂട്ട് ഒന്നുമില്ല, എല്ലാം റെഡിയാക്കിയതും ഇവിടെ പുൽക്കാട്ടുകര ഒരു പാലം പണിത് ഈ അച്ഛനായിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ബന്ധം 17 വർഷക്കാലം അച്ഛനോട് ഉണ്ടായിരുന്നു. ആ അച്ഛൻ്റെ ഓർമ്മയ്ക്കായി ആ അച്ഛൻ്റെ കഥയുടെ ഇതായിട്ട് കർമ്മയോഗി എന്ന നാടകം ഈ അച്ഛൻ തന്നെയാണ്, നമ്മുടെ ഫാദർ ഫിജോ ജോസഫ് ആലപ്പട അച്ഛനാണ് അതിൻ്റെ രചനയും സംവിധാനം നടത്തിയത്. അത് വളരെ ഗംഭീരമായി. അത് കണ്ടിട്ട് പുൽക്കാട്ടക പള്ളിയിൽ അച്ഛനും അവിടുത്തെ എല്ലാവരും കൂടി പറഞ്ഞു ഈ നാടകം അവിടെ അവതരിപ്പിക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് അവിടെ പോയി അവതരിപ്പിച്ചു. അവിടെയും ഗംഭീര നാടകമായി. അത് കഴിഞ്ഞിട്ടാണ് മറ്റേ കർമ്മയോഗി കഴിഞ്ഞിട്ട് ഈ സൈന്യാധിപൻ. ഈ നാടകത്തിൽ 75 പേരോടുണ്ട്. ഡാൻസ് 4 ഡാൻസ് ഉണ്ട്. അതായത് 4 വയസ്സ് തൊട്ട് 70 വയസ്സ് വരെ ഉള്ള ആൾക്കാരുണ്ട്. അത്രയും നല്ലൊരു നാടകമാണ്. അതും ഈ ഫാദർ ഫിജോ ആലപ്പാട്ട് അച്ഛനാണ് ഇതിൻ്റെ, ജോസഫ് ആലപ്പാട്ട് അച്ഛനാണ് ഇതിൻ്റെ സംവിധാനം രചനയും ചെയ്തിരിക്കുന്നത്. ഡോക്ടർ സിജോയ്, നമുക്ക് ഈ നാടകത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ചോദിക്കാം. നാടകം എന്ന് പറയുന്നത്, അഭിനയം എന്ന് പറയുന്നത് എൻ്റെ പണ്ടൊരു പാഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ട് കോളേജിലായിരുന്നപ്പോഴും സ്കൂളിലായിരുന്നപ്പോഴും അത്യാവശ്യം ചില നാടകങ്ങൾക്ക് അഭിനയിക്കും. പിന്നെ പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഇതിൽ അഭിനയിക്കാനുള്ള ഒരു അവസരം കിട്ടാറില്ല. അവസാനം ഇപ്പം നമ്മൾ പ്രൊഫഷനായി, ജോലിയായി, അതിലേക്ക് കടന്നപ്പോൾ കുറച്ച് റിലാക്സ് മൂഡിലായി. അന്നേരമാണ് പിന്നെ നമ്മൾ ബാക്കിയുള്ള ആക്ടിവിറ്റീസിലേക്ക് പോകുന്നത് തന്നെ. അപ്പോഴാണ് ഇവിടെ നമ്മുടെ പള്ളിയിൽ വക ഇങ്ങനെ ഒരു നാടകം ട്രൂപ്പ് ഉണ്ടെന്നുള്ളതും നാടകം കളിക്കുന്നുണ്ടെന്നും നമുക്ക് നേരത്തെ അറിയാൻ കഴിഞ്ഞു. എന്നാലും ഇപ്പോഴാണ് അഭിനയിക്കാൻ അവസരം കിട്ടിയത്. കഴിഞ്ഞ 2 നാടകത്തിനും നമുക്കൊരു ഗസ്റ്റ് അപ്പിയറൻസ് ആയിരുന്നു. പക്ഷേ ഇതിൽ നമുക്ക് അത്യാവശ്യം ഒരു മെയിൻ റോൾ തന്നിരിക്കുന്നത്. കാരണം കുറച്ചുകൂടി ഡോക്ടർ ഇപ്പോൾ കിട്ടുന്നവരെ പറഞ്ഞു, അതുകൊണ്ട് ഒരു മെയിൻ റോൾ തന്നിരിക്കുന്നത്. എന്റെ പേര് ജോനാഥ്. എന്താ ചെയ്യുന്നത് നാടകത്തില്? ഞാൻ ഗുരുകുമാര. അതെ, എല്ലാം പഠിച്ച? മോന്റെ പേരെന്താ? സിയാൻ സജോയ്. എന്താ ചെയ്യുന്ന നാടകത്തില്? ഗുരുപുരം. എല്ലാം പഠിച്ചോ? പേരെന്താ? മോള് നാടകത്തിലുണ്ടോ? എൻ്റെ പേര് ഹാപ്പി. നാടകത്തിലെ ആഗ്നസ് എന്ന റോളാണ് ചെയ്യുന്നത്. എല്ലാം പഠിച്ചല്ലോ അല്ലേ? ഒരുവിധമൊക്കെ പ്രാക്ടീസ് കഴിഞ്ഞിരിക്കുന്നു. ഭംഗിയായിട്ട് അവതരിക്കാൻ പറ്റും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തിൽ ഇരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഉണ്ട് നാടകത്തിലെ? ഓക്കെ, എല്ലാവരും പരിചയപ്പെടുത്തിക്കോ. ആദിൽ, അർണോസ്, അബിയോൺ, സോളമൻ, ജുവൽ. എന്റെ പേര് അമ്നോൺ, ഗോഡ്സൺ. എല്ലാവരും നാടകം പഠിച്ചാ? എന്താ നിങ്ങൾ നാടകത്തിൽ ചെയ്യുന്നത്? ഫൈറ്റ്? ഓ, 12-ാം തീയതി കാണണം സ്റ്റേജില്. ഓക്കെ, പൊളിക്കും. നാടകത്തിന്റെ ഒരുക്കങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മികച്ച രീതിയിൽ തന്നെ പോണ്. ഇപ്പൊ 2 മാസത്തോളമായി ഞങ്ങൾ തുടങ്ങിയിട്ട്. അപ്പോൾ 70-75ഓളം ആർട്ടിസ്റ്റുകളുണ്ട്, ഡാൻസേഴ്സും കൊച്ചു പിള്ളേർ തൊട്ട് 60-70 വയസ്സായ അമ്മച്ചിമാരടക്കമുള്ളത്. അപ്പൊ ഇതൊരു 8ാമത്തെ നാടകമാണ് ഞങ്ങളുടെ. പ്രായഭേദമന്യേ നിരവധി പേരാണ് നാടകത്തിൽ വേഷമിടുന്നത്. വിവിധ തൊഴിൽ മേഖലകളിൽ ജീവിക്കുന്നവരും വീട്ടമ്മമാരും കുട്ടികളും ഒരു മനസ്സോടെയാണ് നാടക പരിശീലനത്തിനായി എത്തിച്ചേരുന്നത്. പ്രൊഫഷണൽ അല്ലെങ്കിലും തങ്ങളെ കൊണ്ടാകുന്ന വിധത്തിൽ ഏറ്റവും മനോഹരമായി തങ്ങളുടെ വേഷങ്ങൾ പകർന്നാടുവാൻ ഇവർ കഠിനാധ്വാനം ചെയ്യുന്നു. പൂർണ്ണ പിന്തുണയുമായി ഇടവക നേതൃത്വം ഇവർക്കൊപ്പമുണ്ട്. 12 ദിവസങ്ങളിലാണ് നമ്മുടെ സെബസ്ത്യാനോസിന്റെ പെരുന്നാൾ ഇവിടെ ആഘോഷിക്കുന്നത്. ഇപ്പം സെബസ്ത്യാൻ്റെ പെരുന്നാളിനോടനുബന്ധിച്ചാണ് നമ്മളിപ്പോൾ ഈ നാടകം ഇവിടെ കല്ലൂരിലുള്ള കലാകാരന്മാർ തന്നെയാണ് ഈ നാടകം ഇവിടെ അവതരിപ്പിക്കുന്നത്. അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അവർക്ക് വേണ്ട ഫണ്ടുകളും അതുപോലെ സഹായങ്ങളും അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങളും എല്ലാം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. കൈക്കാരന്മാരും പള്ളി കമ്മിറ്റി, വികാരി എല്ലാവരും നല്ല ഫുൾ സപ്പോർട്ടാണ്. നമ്മുടെ 12-ാം തീയതി ഒരു നാടകമുണ്ട്. അത് ഗംഭീര നാടകമാണ്. ഞങ്ങൾ പലപ്പോഴും കേൾക്കാറുണ്ട്, അടിപൊളി നാടകമായിട്ടാണ് ഞങ്ങൾ പുറത്തുനിന്ന് കേൾക്കുമ്പം. ഗംഭീര നാടകമായിരിക്കും. ഈ നാടകത്തിൽ വിവിധ റോളുകൾ കൈകാര്യം ചെയ്യുന്നവരാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമുക്കൊന്ന് പരിചയപ്പെടാം. സോജു കൊമ്പാറ, റാഫേൽ ചിങ്ങിലിയാണ്, ഷാജു വട്ടക്കുഴി, ബാബു കളപ്പുര, CP ഷാജു. 5:30 വരെ ജോലി ചെയ്ത് അവിടുന്ന് എനിക്കൊരു 14 കിലോമീറ്ററോളം ഉണ്ട് ഇങ്ങോട്ട് യാത്ര. അപ്പോൾ ഞാനിവിടെ 6:30 ആവും.
അപ്പോൾ 7 മണിക്ക് ഞങ്ങൾ റിഹേഴ്സൽ തുടങ്ങും. പിന്നെ ഇവിടുന്ന് പോകുമ്പോൾ 9 മണിയൊക്കെ കഴിയും. അതിന് ശേഷമാണ് ഞങ്ങൾ ഭക്ഷണവും കാര്യങ്ങളും കൂലിയും അതൊക്കെ ഉള്ളൂ. ഞങ്ങൾക്ക് ഇപ്പോൾ നാടകം ഭംഗിയാക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന നാടകത്തിലെ കമ്മിറ്റി മെമ്പറായിട്ടാണ് എനിക്ക് റോളുള്ളത്. ഡ്യൂട്ടി ഇത്തിരി ടൈറ്റ് ഷെഡ്യൂളാണ്, എങ്കിലും ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും. അതിൻ്റെ ഉള്ള സമയം നമ്മൾ പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ നമ്മൾ സൈന്യാധിപൻ എന്ന നാടകം നമ്മുടെ സെബാസ്റ്റ്യൻ പുണ്യാളൻ്റെ ജീവചരിത്രം ജനങ്ങളിലേക്ക് എത്തിക്കുക, ഞങ്ങളുടെ ഈ നാടകത്തിലൂടെ കർത്താവിനെ പ്രഘോഷിക്കുക എന്നുള്ളത് കൂടിയാണ് ഇതിൻ്റെ മെയിൻ. ഞങ്ങൾ എല്ലാവരും കമ്മിറ്റിക്കാരാണ്. ഞങ്ങൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ നേരം വൈകിയാലും ചായ കുടിക്കാണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ വന്ന് ഞങ്ങളിതിൽ പങ്കെടുത്ത് വിജയിപ്പിക്കുക എന്നുള്ള കണ്ടീഷനിലാണ് ഞങ്ങൾ. സത്യത്തിലെ വിശുദ്ധ സെബാസ്റ്റ്യാനോസ് പുണ്യാളൻ്റെ ഒരു നാടകം, അത് ബൈബിൾ നാടകമാകുമ്പോൾ കേരള ക്രിസ്ത്യാനികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ തിരുനാളുകൾ ആഘോഷിക്കുന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ഏറ്റവും കൂടുതൽ സെബാസ്റ്റ്യാനോസ് പുണ്യാളൻ്റെ തിരുനാളുകളായിരിക്കും. എന്നാൽ ചെറുപ്പം മുതലേ ഈ ഒരു നാടകത്തിൽ അഭിനയിക്കാൻ വരുന്നതിന് മുമ്പ് വരെ എൻ്റെ ഉള്ളിലുള്ള ഒരു അറിവ് ഇതായിരുന്നു, സെബാസ്റ്റ്യാനോസ് പുണ്യാളൻ മരിച്ചിരിക്കുന്നത് അമ്പുകൾ ഏറ്റിട്ടുള്ളതാണ്. കാരണം നമുക്ക് എല്ലാവർക്കും കാണുന്ന ഒരു രംഗമാണ് അമ്പുകൾ ഏറ്റ് കിടക്കുന്ന ഒരു രംഗം. പക്ഷേ ഈ ഒരു നാടകത്തിലൂടെയാണ് ആ ഒരു തിരിച്ചറിവ് മാറിയത്. സെബാസ്റ്റ്യാനോസ് പുണ്യാളൻ മരിച്ചിരിക്കുന്നത് അമ്പുകൾ ഏറ്റല്ല, മറിച്ച് പിറകിൽ നിന്ന് ഗത കൊണ്ടടിയേറ്റ് മരിക്കുന്നവരാണ്. അപ്പം ഇങ്ങനെ കുറെ തിരിച്ചറിവുകൾ ഈ ഒരു നാടകത്തിലൂടെ എനിക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ പുണ്യാളുടെ ഒരു അവതാരം അല്ലെങ്കിൽ ഒരു രൂപത്തിലേക്ക് ക്യാരക്ടറൈസിൽ മാറാൻ പറ്റിയൊരു അവസരം വലിയ സന്തോഷത്തോടെയാണ് ഞങ്ങളിത് ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പൂർത്തീകരണം ദൈവത്തിലേക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. സൈന്യാധിപൻ നാടകത്തിലെ പ്രധാനപ്പെട്ട ആകർഷണമാണ് പാട്ടും ഡാൻസും ഒക്കെ. അപ്പോൾ അത് കൈകാര്യം ചെയ്യുന്ന ഇടവകയിലെ യുവജനങ്ങൾ തന്നെയാണ്. ഓൾമോസ്റ്റ് എല്ലാം തീർന്നിട്ടുണ്ട്. ലാസ്റ്റ് ഒരു പ്രാക്ടീസിന്റെ സെക്ഷനും കൂടെ ബാലൻസ് ഉള്ളൂ, അതും കൂടെ കഴിഞ്ഞു. ഇടവകയിലെ നാടക കൂട്ടായ്മയായ കല്ലൂർ കലാനികേതനാണ് സൈന്യാധിപൻ എന്ന നാടകം രംഗത്ത് ആവിഷ്കരിക്കുന്നത്. കല്ലൂർ വിശുദ്ധ റാഫേൽ മാലാഖയുടെ പള്ളിയിൽ നടക്കുന്ന വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ജീവചരിത്രം പറയുന്ന സൈന്യാധിപൻ ഈ വരുന്ന 12-ന് ഞായറാഴ്ച വൈകിട്ട് 7-ന് അരങ്ങേറും. ചർച്ച് ഡെസ്ക്, ഷെക്കേന ന്യൂസ്.